പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 5 ഞായർ. പ്രധാന വാർത്തകൾ. നിസ്വയിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഭാഗികമായി തകർന്ന സംഭവത്തിൽ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ പ്രത്യേക സംഘം രൂപവൽക്കരിച്ചു. കമ്മിറ്റി ഇതിനകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ട്രിപ്പിൾ ട്രീറ്റ് ചെയ്ത വെള്ളമായതിനാൽ ദുർഗന്ധമൊന്നും അടങ്ങിയിട്ടില്ലെന്നും ഇതിനാൽ ജലപ്രവാഹം മൂലം കാര്യമായ പാരിസ്ഥിതിക നാശമൊന്നും ഉണ്ടാകുന്നില്ലെന്നും നാമ വാട്ടർ സർവീസിലെ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് CEO എഞ്ചിനീയർ അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ നുഐമി അറിയിച്ചു. ഗവർണറുടെ ഓഫീസ്, നിസ്വ മുനിസിപ്പാലിറ്റി, നിസ്വ മാർക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ, ഒമാൻ ചേംബർ എന്നിവയുടെ ഏകോപനത്തിൽ ആണ് കമ്മിറ്റി രൂപവൽക്കരിച്ചിട്ടുള്ളത്. തകർച്ചയുടെ ഫലമായി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ വിലയിരുത്തൽ അനുസരിച്ച് ബാധിതർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് അബ്ദുള്ള അൽ നുഐമി പറഞ്ഞു. 2008 സ്ഥാപിതമായ നിസ്വയിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിൽ പ്രതിദിനം 11,000 ക്യൂബിക് മീറ്ററാണ് ലഭിക്കുന്നതെന്നും മികച്ച അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി ഉയർന്ന ശുദ്ധിയോടെ ട്രിപ്പിൾ ജലം സംസ്കരിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു. വെള്ളിയാഴ്ചയാണ് നിസ്വ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലെ ശുദ്ധീകരിച്ച ജലശേഖരണ ബേസിൻ ഭാഗികമായി തകർന്ന് മാർക്കറ്റിൽ വെള്ളം കയറിയത്. അപ്രതീക്ഷിതമായി വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതോടെ കച്ചവടക്കാരുടെ സാധനങ്ങൾക്ക് കേടുപാടുകളും നാശനഷ്ടങ്ങളും സംഭവിച്ചു. കുളത്തിലെ ഫീഡർ ട്യൂബ് പൊട്ടി വെള്ളം വാദി കൽബുവിലേക്ക് ഒഴുകിയതാണ് വെള്ളപ്പൊക്കം തടഞ്ഞത്. സംഭവത്തിൽ ക്ഷമാപണം നടത്തിയ നാമ സാഹചര്യം നിയന്ത്രിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളുടെയും ഫീൽഡ് ടീമുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് റോയൽ ഒമാൻ പോലീസ് ദിനം. എല്ലാ വർഷവും ജനുവരി 5-നാണ് ROP ദിനാഘോഷം നടന്നുവരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിത നഗരങ്ങളിലൊന്നായി സുൽത്താനേറ്റിനെ മാറ്റിയതിൽ റോയൽ ഒമാൻ പോലീസിന്റെ പങ്ക് ശ്രദ്ധേയമാണ്. മേഖലയിൽ തന്നെ ഏറ്റവും മികച്ച ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്ന സുരക്ഷാ വിഭാഗമാണ് ROP. പോലീസ് വെബ്സൈറ്റ് വഴി പാസ്പോർട്ട്, വിസ, ലൈസൻസ് സേവനങ്ങളും ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കി വരുന്നുണ്ട്. ഇന്ത്യയിലേക്കും പുറത്തേക്കും അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തുന്ന എല്ലാ എയർലൈനുകൾക്കും പുതിയ യാത്രാ നിയമം നടപ്പാക്കുന്നു. യാത്രക്കാരുടെ വിശദവിവരങ്ങൾ രാജ്യത്തെ കസ്റ്റംസ് അധികാരികളുമായി പങ്കുവയ്ക്കണമെന്നാണ് പുതിയ നിയമം. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ് 2025 ഏപ്രിൽ 1 മുതൽ നിയമം നടപ്പിലാക്കുന്നത്. പുതിയ നിയമം അനുസരിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പാലിക്കാത്ത ഓരോ സംഭവത്തിനും 25,000 മുതൽ 50,000 വരെ രൂപ പിഴ ഈടാക്കും. 2022 ഓഗസ്റ്റ് 8 പുറപ്പെടുവിച്ച പാസഞ്ചർ നെയിം റെക്കോർഡ് ഇൻഫർമേഷൻ റെഗുലേഷൻസ് പ്രകാരം എയർലൈനുകൾ 2025 ജനുവരി 10-നകം നാഷണൽ കസ്റ്റംസ് ടാർഗറ്റിംഗ് സെന്റർ പാസഞ്ചറിൽ രജിസ്റ്റർ ചെയ്യണം. ഒരു അന്താരാഷ്ട്ര വിമാനം പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പ് മൊബൈൽ നമ്പർ, പേയ്മെന്റ് മോഡ് മുതലായ വിവരങ്ങൾ കൈമാറണം. യാത്രക്കാരന്റെ പേര്, ബില്ലിംഗ്, പേയ്മെന്റ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് നമ്പർ, ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത തീയതി, ഉദ്ദേശിച്ച യാത്ര, അതേ PNR-ലെ മറ്റ് യാത്രക്കാരുടെ പേരുകൾ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവ പോലുള്ള കോണ്ടാക്ട് വിശദാംശങ്ങൾ, എയർലൈൻസുകൾ, ട്രാവൽ ഏജൻസി വിശദാംശങ്ങൾ, ബാഗേജ് വിവരങ്ങൾ, കോഡ് ഷെയർ വിവരങ്ങൾ എന്നിവയും പങ്കിടണം. അപകടസാധ്യത വിശകലനം അതിർത്തി സുരക്ഷയും ശക്തിപ്പെടുത്തുന്നതിനാണ് ഈ സംരംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പൈലറ്റ് ഘട്ടം ഫെബ്രുവരി 10-നകം നടപ്പിലാക്കും. അതിനുശേഷം ഏപ്രിൽ 1 മുതൽ പൂർണ്ണതോതിൽ നടപ്പാക്കാനാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സഹം സൗഹൃദ വേദിയും ബദർ അൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ആൻഡ് പോളിക്ലിനിക് നോർത്ത് ബാത്തിനയും ചേർന്ന് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഹൃദ്രോഗ വിഭാഗം, നെഫ്രോളജിസ്റ്റ്, ഗൈനക്കോളജി, ENT, എല്ലുരോഗം, ഇന്റേണൽ മെഡിസിൻ, ജനറൽ പ്രാക്ടീഷണർ എന്നിവരടങ്ങിയ 10ഓളം ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നു. പരിശോധനയിൽ ആവശ്യമായവർക്ക് സൗജന്യ ECG സൗകര്യം, ഷുഗർ പ്രഷർ പരിശോധനയും നടത്തി. സുൽത്താനേറ്റ് താപനില വീണ്ടും താഴുന്നു. ചില പ്രദേശങ്ങളിൽ ശനിയാഴ്ച രാവിലെ 1 ഡിഗ്രി സെൽഷ്യസിൽ താഴെ വരെ
താപനില രേഖപ്പെടുത്തി. മുസന്തം ഗവർണറേറ്റിലെ കസബ് വിലായത്തിലെ അൽസെ പർവ്വത പ്രദേശത്ത് താപനില 0.9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് സൈക്കിലാണെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. 3.1 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടുത്തെ താപനില. മുക്ഷിൻ 4, അൽമസ്യൂന 5.6, തുംറൈത്ത് 7, മഹ്ദ 7.8, യങ്കൽ 8.3 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു മറ്റിടങ്ങളിലെ താപനില. താപനില കുറഞ്ഞതിന് പിന്നാലെ തണുപ്പ് ശക്തമായി. ഞായറാഴ്ച വരെ തണുത്ത കാലാവസ്ഥയാണെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒമാൻ മെറ്റ് അറിയിച്ചു. പർവ്വത പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് വീശിയേക്കും. പൊടി ഉയരുന്നതിനാൽ ദൂരക്കാഴ്ചയെയും ബാധിച്ചേക്കും. കടൽ പ്രക്ഷുബ്ധമാകും. ഉയർന്ന കാറ്റ്, പ്രക്ഷുബ്ധമായ കടൽ, ദൃശ്യപരത കുറയൽ എന്നിവയിൽ നിന്നുള്ള അപകട സാധ്യതകൾ കാരണം ഈ പ്രദേശങ്ങളിൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റും കടൽ പ്രക്ഷോഭവും ഉള്ള സമയങ്ങൾ ഔട്ട്ഡോർ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. മസ്കത്ത് അടക്കം പല ഭാഗത്തും നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. പകൽ സമയത്തും തണുത്ത കാറ്റ് വീശുന്നു. തണുപ്പ് കാരണം രാത്രികാലങ്ങളിൽ ജനങ്ങൾ പുറത്തിറങ്ങുന്നതും കുറഞ്ഞിട്ടുണ്ട്. ഇറങ്ങുന്നവർ തന്നെ കമ്പിളി വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പുറത്തിറങ്ങുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് വടക്കൻ ഗവർണറേറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചിരുന്നു. മഴയ്ക്ക് ശേഷമാണ് പല ഭാഗത്തും കടുത്ത തണുപ്പ് അനുഭവപ്പെടുന്നത്. കുളിക്കാനും മറ്റ് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുമായി പലരും ഹീറ്റർ ഇട്ടാണ് പലരും വെള്ളം ഉപയോഗിക്കുന്നത്. തണുപ്പ് കാലത്ത് സാധാരണ കണ്ടുവരാറുള്ള രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് തണുപ്പിനെ പ്രതിരോധിക്കാനായി തണുപ്പ് വസ്ത്രങ്ങളും മറ്റും ഉപയോഗിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഒമാനിലെ പ്രമുഖ ഡാറ്റ സ്റ്റോറേജ് സേവനദാതാവായ ഗൾഫ് ഡോക്സ് ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനത്തിലുള്ള സുരക്ഷിത ഡിജിറ്റൽ സ്റ്റോറേജിനും ബയോമെട്രിക് ആക്സസ് സാങ്കേതിക വിദ്യയ്ക്കുമായി പ്രശസ്തമായ സെറനിറ്റിയുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ചു. ഒമാനിൽ ആദ്യമായുള്ള ഇത്തരമൊരു സഹകരണം ഭാവി ഡാറ്റ സുരക്ഷയ്ക്കുള്ള ഒരു പുതിയ ചുവടുവെപ്പാണിതെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗൾഫ് ഡോക്സ് സെറനിറ്റിയുടെ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയും ബയോമെട്രിക് ആക്സസ് സംവിധാനവും ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷിതവും നവീനവുമായ ഡാറ്റ സ്റ്റോറേജ് പരിഹാരങ്ങൾ നൽകാൻ ഇവരുടെ പങ്കാളിത്തം വഴി സാധിക്കും. സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും അവരുടെ ഡാറ്റ സുരക്ഷിതമായി സംഭരിക്കാനും സംരക്ഷിക്കാനും ഇതിലൂടെ സഹായം ലഭിക്കും. 2040 ഒമാൻ വിഷന്റെ ലക്ഷ്യങ്ങളോട് ചേർന്നാണ് ഡിജിറ്റൽ പരിഷ്കരണവും സാമ്പത്തിക വളർച്ചയും ലക്ഷ്യമാക്കിയുള്ള ഈ ദൗത്യമെന്നും നവീകരണ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലൂടെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ ഈ പങ്കാളിത്തം നിർണായകമായ പങ്കുവഹിക്കും. സുരക്ഷിത ഡാറ്റ സ്റ്റോറേജിനായി ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിൽ പുതുമ കൊണ്ടുവരുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും സെറനിറ്റിയുമായുള്ള ഈ സഹകരണം ഉപഭോക്താക്കളുടെ ഭാവി ആവശ്യങ്ങൾ നിറവേറ്റാൻ തീർച്ചയായും സഹായിക്കുമെന്നും ഗൾഫ് ഡോക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാരിസ് അൽ ബലൂഷി പറഞ്ഞു. ഗൾഫ് ഡോക്സുമായി ചേർന്ന് ഒമാനിലെയും GCCയിലെയും ഉപഭോക്താക്കൾക്ക് സുരക്ഷിതമായ ഡാറ്റ സ്റ്റോറേജ് പരിഹാരങ്ങൾ നൽകുന്നത് അഭിമാനകരമാകുമെന്നും ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഡാറ്റ സംരക്ഷണം കൂടുതൽ മെച്ചപ്പെടുത്താനാകുമെന്നും സെറനിറ്റി CEO വെങ്കറ്റ് നാഗ പറഞ്ഞു. ഒമാനിലെ മുൻനിര ഡാറ്റ സ്റ്റോറേജ് സേവനദാതാവായ ഗൾഫ് ഡോക്സ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും കോർപ്പറേറ്റുകൾക്കും വിശ്വസനീയവും സുരക്ഷിതവുമായ ഫിസിക്കൽ, ഡിജിറ്റൽ ഡാറ്റ മാനേജ്മെന്റ് പരിഹാരങ്ങൾ നൽകുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഗൾഫ് ഡോക്സ് കൺട്രി മാനേജർ ശ്രീകുമാർ പറഞ്ഞു. ആഗോള സാങ്കേതിക വിദ്യാ സ്ഥാപനമായ സെറനിറ്റി സുരക്ഷിത ഡാറ്റ സ്റ്റോറേജിനായി ഏറ്റവും മികച്ച ബ്ലോക്ക് ചെയിൻ പരിഹാരങ്ങൾ നൽകിവരുന്നതായി സെറനിറ്റി CEO ഫർഷ് ഫല്ലാഹ് അഭിപ്രായപ്പെട്ടു. കൂടുതൽ വിവരങ്ങൾക്ക് www.gulfdocs.com, www.s.technology. ശൈത്യകാല അവധിക്ക് ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ക്ലാസുകൾ പുനരാരംഭിക്കുന്നു. ഇന്നു മുതൽ തന്നെ മിക്ക സ്കൂളുകളിലും ക്ലാസുകൾ തുടങ്ങും. ഒരു വിദ്യാലയത്തിൽ തന്നെ വ്യത്യസ്ത ദിവസങ്ങളിലായി
പ്രൈമറി, ജൂനിയർ, സെക്കൻഡറി വിഭാഗങ്ങൾ തുറക്കുന്നുണ്ട്. അവധിയാഘോഷത്തിനായി നാട്ടിലേക്ക് തിരിച്ച പ്രവാസികൾ മടങ്ങിയെത്തുകയാണ്. പല കുടുംബങ്ങളും ഇതിനകം തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ശേഷിക്കുന്നവർ അടുത്ത ദിവസങ്ങളിലും മടങ്ങിത്തുടങ്ങും. അതേസമയം വിമാന ടിക്കറ്റ് നിരക്ക് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കുറവാണ്. ഇത് പ്രവാസികൾക്ക് ഏറെ ആശ്വാസം പകരുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ്, സലാം എയർ തുടങ്ങിയ വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്കിലെല്ലാം വലിയ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി നാട്ടിലേക്ക് പറന്ന പ്രവാസി കുടുംബങ്ങളുടെ എണ്ണം കുറവായിരുന്നു. പല രക്ഷിതാക്കൾക്കും അവധി ലഭിക്കാത്തതും അവധിയുടെ ആദ്യ ദിനങ്ങളിൽ ഉയർന്ന യാത്രാ ചെലവും മറ്റുമാണ് നാട്ടിലെത്തുന്നതിൽ നിന്ന് പ്രവാസികളെ തടഞ്ഞത്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കുറഞ്ഞ സ്കൂൾ ജീവനക്കാർ മാത്രമാണ് നാടുപിടിച്ചത്. അടിയന്തര ആവശ്യമുള്ളവരും മറ്റുമായിരുന്നു ഇവർ. യാത്രക്കാരുടെ കുറവാണ് ടിക്കറ്റ് നിരക്ക് വലിയ തോതിൽ കുറയാനിടയാക്കിയതെന്നാണ് വിലയിരുത്തൽ. പ്രവാസി രക്ഷിതാക്കൾ അവധിക്കാലം വിവിധ രീതിയിലാണ് ചെലവഴിച്ചത്. വിവിധ രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തിയവരും ഉംറയടക്കമുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയവരും ഏറെയാണ്. അത്തരം ആളുകളെയെല്ലാം മടക്കയാത്രയിലാണ്. നേരത്തെ തന്നെ തിരിച്ചെത്തിയവരുമുണ്ട്. അതിനിടെ അവധി കഴിഞ്ഞ് തുറക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വിദ്യാലയങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ വരവേൽക്കുന്നതിൽ നടപടികളും തകൃതിയിലാണ്. ഇടവേളയ്ക്ക് ശേഷം സ്കൂളിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികളും ആവേശത്തിലാണ്. ഇനി അടുത്ത മാർച്ച് വരെ വിദ്യാർത്ഥികൾക്ക് വിശ്രമമില്ലാത്ത പഠനമായിരിക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.